തീരുന്ന ദിവസമാണ്. ഒരു സസ്പെൻസ് വസിഷ്ഠ മഹർഷി ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. മാനിൻ്റെ കഥയിലാണ് ആ സസ്പെൻസ് ഉള്ളത്. അത് ഇന്നത്തോടുകൂടി തീരും. 40ാമത്തെ പദ്യം മുതൽ വായിക്കാം. തത്ര കസ്മിൻശ്ചിദന്യസ്മിൻ മാർഗേസ്മിൻ നിപതിഷ്ഠതി യദ്വൃത്തം കഥിതം രാമ തദേതദ്ഭവതേ മയാ. അനന്തമായ ദൃശ്യങ്ങളുടെ ഉറവിടമാണ് ഈ പ്രപഞ്ചം. പ്രപഞ്ചം തന്നെ ആത്മതത്വത്തിൽ നിന്ന് പൊന്തിക്കാണപ്പെടുന്ന ഒരു ഭ്രമമാണ്. ആ പ്രപഞ്ചത്തിൻ്റെ ഉള്ളിൽ ഒരു ഭാഗത്ത് കഴിയുന്നവർ മറ്റൊരു ഭാഗത്ത് കഴിയുന്നവരുടെ കാര്യം മനസ്സിലാക്കുന്നില്ല. പരസ്പരം അറിയപ്പെടാതെ കാണപ്പെടാതെ കോടിക്കണക്കിന് ജീവന്മാർ ഈ പ്രപഞ്ചത്തിൽ കഴിയുന്നു. തത്ര കസ്മിൻശ്ചിത് അന്യസ്മിൻ മാർഗേസ്മിന്നിവ തിഷ്ഠതി. അങ്ങനെയുള്ള ഈ ഭ്രമരൂപമായ സംസാരത്തിൽ മറ്റേതോ ഒരു മാർഗത്തിൽ ഈ വിപശ്ചിത്ത് മാനായി കഴിയുകയാണ്. യദ്വൃത്തം കഥിതം രാമ. അദ്ദേഹം ആ വിപശ്ചിത്ത് ഏതൊക്കെ ലോകങ്ങളിലൂടെ കടന്നു ചെന്നു അതൊക്കെ ഞാൻ നിനക്ക് നല്ലതുപോലെ വർണ്ണിച്ച് കേൾപ്പിച്ചു. തത്ര ബ്രഹ്മാണ്ടേഷു കസ്മിൻശ്ചിത് അന്യസ്മിൻ മാർഗേ. ബ്രഹ്മാണ്ടത്തിൽ എന്നല്ല പറയുന്നത്, ബഹുവചനത്തിലാണ് പറയുന്നത്. ബ്രഹ്മാണ്ടങ്ങളിൽ ഏതോ ഒന്നിൽ, ഒരു ബ്രഹ്മാണ്ടത്തിൽ എവിടെയോ ഏതോ ഒരു വഴിയിൽ അസ്മിന്നേതദ് ബ്രഹ്മാണ്ടസ്ഥേ മാർഗേ. അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളിൽ ഒന്നു മാത്രമാണ് നാം അധിവസിക്കുന്ന ബ്രഹ്മാണ്ടം. ആ ബ്രഹ്മാണ്ടത്തിൻ്റെ ഒരു വഴിയിൽ എന്ന പോലെ, ഒരു മൂലയ്ക്ക് എന്നർത്ഥം, ഒരു കോണിൽ. മാർഗേ ഇവ തിഷ്ഠതി സതി യദ്വൃത്തം. അവിടെ ആണ് ഈ വിപശ്ചിത്ത് പല അനുഭവങ്ങളിലൂടെയും കടന്നുപോയത്. ആ കാര്യം യദ്വൃത്തം തന്മയാ ഭവത ഏതത് ബ്രഹ്മാണ്ട ഇവ കൃത്വ അത്രൈവ വിപശ്ചിത് ജന്മം രാജ്യാദിതി കഥിതം തത്വതഃ പ്രകാരതശ്ച ഭേദാഭാവാദിത്യർത്ഥഃ. ഏതോ ഒരു ബ്രഹ്മാണ്ടത്തിൽ എവിടെയോ, എവിടെയാണെന്ന് എനിക്കറിയില്ല എന്ന് ഞാൻ പറഞ്ഞുവെങ്കിലും ഈ ബ്രഹ്മാണ്ടം എവിടെയോ അല്ല, എന്നിലാണെന്ന്. അനന്തകോടി ബ്രഹ്മാണ്ടങ്ങൾ ചുറ്റിത്തിരിയുന്നത് ഞാനാകുന്ന ബോധത്തിലാണ്. അപ്പോൾ അത് എന്നിൽ നിന്നും വിദൂരത്തിലല്ല. എന്നാലും നിന്നെ പറഞ്ഞു കേൾപ്പിച്ചപ്പോൾ മറ്റേതോ ഒരു ബ്രഹ്മാണ്ടത്തിൽ ഏതോ ഒരു ലോകത്ത് ഈ വിപശ്ചിത്ത് പല അത്ഭുതകരങ്ങളായ അനുഭവങ്ങളിലൂടെ കടന്നുപോയി എന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ജന്മവും അദ്ദേഹം രാജ്യം ഭരിച്ചതും ഒക്കെ മറ്റെവിടെയോ എന്ന പോലെയാണ് ഞാൻ വർണ്ണിച്ചത്. അത് ഇവിടെ തന്നെയാണ്. ഇവിടെ തന്നെയാണെന്ന് പറഞ്ഞാൽ ഞാനാകുന്ന ബോധത്തിൽ തന്നെയാണ് എല്ലാം സംഭവിക്കുന്നത്. അത്രൈവ വിപശ്ചിത് ജന്മരാജ്യാദിതി കഥിതം തത്വതഃ പ്രകാരതശ്ച ഭേദാഭാവാദിത്യർത്ഥഃ. താത്വികമായി നോക്കിയാൽ ഇവിടെ മറ്റൊന്ന് എന്ന വാക്കിന് പ്രസക്തിയില്ല. താൻ മാത്രമേ ഇവിടെയുള്ളൂ. തന്നിലാണ് എല്ലാം സംഭവിക്കുന്നത്. പ്രപഞ്ചത്തിൻ്റെ ഉദയവും വളർച്ചയും അസ്തമനവും ബോധത്തിൽ തന്നെയാണ്, താനാകുന്ന ബോധത്തിലാണ് സംഭവിക്കുന്നത്. ഒരു വ്യത്യാസവുമില്ല രാമ. ഞാൻ ദൂരെ അകലെ എന്നൊക്കെ വെറുതെ പറഞ്ഞു, അത്രയേ ഉള്ളൂ. വിപശ്ചിതോന്യ സംസാരേ ദേഹൈർഭ്രാന്താദിഗന്ധരാന് താനനന്താംബരേ വ്യോംനി താവത് കാലമഖിന്നധീഹി. വിപശ്ചിത്ത് മറ്റൊരു സംസാരത്തിൽ, മറ്റൊരു പ്രപഞ്ചത്തിൽ, അല്ലെങ്കിൽ മറ്റൊരു ബ്രഹ്മാണ്ടത്തിൽ പലതരം ശരീരങ്ങളെടുത്ത് ദിഗന്ധങ്ങളിൽ ഭ്രമിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞു. അതൊക്കെ എവിടെയാണ് അരങ്ങേറുന്നത് എന്ന് ചോദിച്ചാൽ, താൻ അനന്ത അംബരേ വ്യോംനി, അന്തമില്ലാതെ വ്യാപിച്ചു കിടക്കുന്ന
ഒരു അനന്താകാശത്തിലാണ് താവത്കാലമഭിന്നധീഹി രാജ്യഭരണവും ഒക്കെ ആയിട്ട് വളരെ സുഖമായിട്ട് ഈ 4 വിപശ്യത്തുകളിൽ ഒരാൾ കഴിഞ്ഞത്. വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അതെല്ലാം കഴിഞ്ഞിട്ട് ഇഹൈവ ഹരിണോ ജാതഃ കസ്മിംശ്ചിത് ഗിരികന്ധരേ കാകതാലീയ യോഗേന ഭ്രാന്ത്വാ ഭൂരി ജഗദ്ഭ്രമം. ആ വിചിത്രങ്ങളായ ലോകങ്ങളിൽ അദ്ദേഹം പലതരം സുഖങ്ങളും അനുഭവിച്ചിട്ട് ഇവിടെ തന്നെയാണ് ഒരു മാനായി ജനിച്ചിരിക്കുന്നത്. ഇവിടെ എന്ന് പറഞ്ഞാൽ എവിടെ, അത് പറയുന്നില്ല. ആ സസ്പെൻസ് നിലനിർത്തിക്കൊണ്ടാണ് വസിഷ്ഠ മഹർഷി മുന്നേറുന്നത്. കസ്മിംശ്ചിത് ഗിരികന്ധരേ, കന്ധരം ഗുഹ, ഒരു പർവ്വതത്തിൻ്റെ ഗുഹയിൽ മാനായി ജനിച്ചു ഈ വിപശ്യത്ത്. കാകതാലീയ യോഗേന ഭ്രാന്ത്വാ ഭൂരി ജഗദ്ഭ്രമം. കാകതാലീയ ന്യായമനുസരിച്ച് എന്ന് പറഞ്ഞാൽ മുൻകൂട്ടി തീരുമാനിക്കാതെ, പദ്ധതി ആസൂത്രണം ചെയ്യാതെ വെറുതെ ഉണ്ടെന്ന് തോന്നുന്നതാണ്. ഇതിനെ ആരും ഉണ്ടാക്കിയതല്ല ഈ പ്രപഞ്ചത്തെ. ഇത് ബോധത്തിൽ ഒരു കാരണവുമില്ലാതെ പൊന്തി കാണപ്പെടുന്നു. കാക്ക വന്നിരുന്നു, പനമ്പഴവും വീണു എന്ന ന്യായം പോലെ ഈ വിപശ്യത്ത് പല ലോകങ്ങളിലും ചുറ്റിത്തിരിഞ്ഞിട്ട് ജഗദ്ഭ്രമങ്ങളിൽ പെട്ടിട്ട് ഇപ്പോൾ ഒരു മാനായി ഇവിടെ തന്നെ ഒരു പർവ്വത ഗുഹയിൽ ജനിച്ചു. സജഗന്തി ഭ്രമൻ ദൂരേ യസ്മിൻ സർഗേ മൃഗസ്ഥിതഃ സസർഗോയമിതി വ്യോംനി കാകതാലീയവത് സ്ഥിതം. പല ലോകങ്ങളിലും പലകാലം ഭ്രമിച്ചതിന് ശേഷം ഈ സർഗത്തിൽ, ഈ സൃഷ്ടിയിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉണ്ട് എന്ന് കരുതുന്ന ഈ ബ്രഹ്മാണ്ടത്തിൽ ഒരു മാനായി അദ്ദേഹം ജനിച്ചിരിക്കുന്നു. സസർഗോയമിതി വ്യോംനി, മഹാകാശം, അനന്തമായ ആകാശത്തിലാണ് ഈ ബ്രഹ്മാണ്ടങ്ങൾ ചുറ്റിത്തിരിയുന്നത്. ഇപ്പോഴുള്ള ഈ സൃഷ്ടിയിൽ, നമ്മുടെ അനുഭവമണ്ഡലത്തിലുള്ള ലോകത്തിലോ ബ്രഹ്മാണ്ടത്തിലോ കാകതാലീയ ന്യായമനുസരിച്ച് അദ്ദേഹം മാനായി ജനിച്ചു. എന്തുകൊണ്ട് അദ്ദേഹം മാനായി ജനിച്ചു എന്ന ചോദ്യം മാത്രം നീ എന്നോട് ചോദിക്കരുത്. മറ്റൊരു മൃഗമായി എന്തുകൊണ്ട് ജനിച്ചില്ല, അല്ലെങ്കിൽ മനുഷ്യനായി എന്തുകൊണ്ട് ജനിച്ചില്ല? ഭ്രമപരമ്പരയ്ക്കകത്ത് ചോദ്യത്തിന് പ്രസക്തിയില്ല. കർമ്മഫലമാണ് ജീവൻ്റെ പല ജന്മങ്ങൾക്കും കാരണം എന്ന് ശാസ്ത്രങ്ങൾ പറയുന്നുണ്ടെങ്കിലും ഈ കർമ്മം എന്നൊന്നും വാസ്തവത്തിൽ ഇല്ലല്ലോ. പിന്നെ എങ്ങനെ ആ ജന്മപരമ്പരകൾ സത്യമാകും? ഒരാൾ എന്തുകൊണ്ട് ഒരു പ്രത്യേക ശരീരത്തോടു കൂടി ജനിക്കുന്നു? പക്ഷിയായോ, ഉറുമ്പായോ, ഷഡ്പദമായോ, മൃഗമായോ, മനുഷ്യനായോ, ദേവനായോ, എന്തുകൊണ്ട് ഒരു ജീവൻ പ്രകടമാകുന്നു എന്ന ചോദ്യത്തിന് ഉത്തരമില്ല. അനന്തമായ ഒരു ഭ്രമപരമ്പരയാണിത്. കാകതാലീയ ന്യായമനുസരിച്ച് എന്ന് പറഞ്ഞാൽ കാരണം കണ്ടുപിടിക്കാൻ പറ്റില്ല. ഒരു യുക്തിക്കും വഴങ്ങുന്നതല്ല ഈ പ്രപഞ്ചം. അങ്ങനെയുള്ള ഒരു കാരണവുമില്ലാതെ പൊന്തി കാണപ്പെടുന്ന പ്രപഞ്ചത്തിൽ, അനന്തമായ ആകാശത്തിലാണ് ആ പ്രപഞ്ചം ചുറ്റിത്തിരിയുന്നത്. അവിടെ ഒരു മാനായി ജനിച്ചു. ഇപ്പോഴും സസ്പെൻസ് അവസാനിപ്പിക്കാൻ വസിഷ്ഠ മഹർഷി തയ്യാറാകുന്നില്ല. നമ്മുടെ രാമനുണ്ടോ വിടുന്നു? രാമൻ കൃത്യമായ ഒരു ചോദ്യം ചോദിച്ചു. ആ ചോദ്യത്തിൽ നിന്ന് വസിഷ്ഠ മഹർഷിക്ക് ഊരിപ്പോകാൻ പറ്റില്ല. അത്ര പിൻ പോയിന്റഡ് ആയിട്ടൊരു ചോദ്യം ചോദിക്കുകയാണ്. ശ്രീരാമ ഉവാച ഏവം ചേത്തദ്വദ ബ്രഹ്മൻ കസ്യാം കകുഭിമണ്ഡലേ കസ്മിംശ്ച ശൈലേസൗ വനേ കസ്മിൻ മൃഗസ്ഥിതഃ. ഇങ്ങനെയാണ് അങ്ങ് പറയുന്നതെങ്കിൽ ഒരു കാര്യം കൂടെ അങ്ങയിൽ നിന്ന് ഞാൻ അറിയാൻ ആഗ്രഹിക്കുന്നു. അല്ലയോ ബ്രഹ്മർഷേ, കസ്യാം കകുഭിമണ്ഡലേ, ഏത് ലോകത്ത്, ഏത് ദിക്കിൽ, ഏത് പർവ്വതത്തിൽ, ഏത് വനത്തിലാണ് ആ മാൻ ഇപ്പോൾ കഴിയുന്നത് എന്ന് എനിക്കൊന്ന് അറിഞ്ഞാൽ കൊള്ളാം. കൃത്യമായി അതിൻ്റെ ലൊക്കേഷൻ, കംപ്ലീറ്റ് മേൽവിലാസം വേണമെന്നാണ് രാമൻ ആവശ്യപ്പെടുന്നത്.
ചിലരെ കണ്ടുപിടിക്കാൻ കൃത്യമായ മേൽവിലാസം വേണം. പൂർണ്ണമായ മേൽവിലാസം ഉണ്ടായിരുന്നാൽ പോലും പലപ്പോഴും പലരുടെ വീടും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇപ്പോൾ അതിനുള്ള ഒരു സാധ്യത, അതായത് ഇനിയും വസിഷ്ഠ മഹർഷി ഒഴിഞ്ഞു മാറാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് കൃത്യമായി പിൻ പോയിൻ്റഡ് ആയിട്ട് രാമനൊരു ചോദ്യം ചോദിക്കുകയാണ്. എവിടെ, ഏത് ദിക്കിൽ, ഏത് പ്രദേശത്തിൽ, ഏത് മലയിൽ, ഏത് കാട്ടിലാണ് അദ്ദേഹം മാനായി കഴിയുന്നത്? അതുമാത്രം അറിഞ്ഞാൽ പോരാ. കിം കരോതി കഥം ദൂർവാശ്ചർവത്യുർവരാസ്പദഃ ജാതിം താം ജരഢജ്ഞാനി കഥോദാരാം സ്മരിഷ്യതേ. ആ മാൻ ഇപ്പോൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? വല്ല കാര്യമുണ്ടോ? മാൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കും? ചിലപ്പം പുല്ല് തിന്നുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും കിടക്കുകയായിരിക്കും, അല്ലെങ്കിൽ മറ്റ് മൃഗങ്ങളെ കണ്ട് ഭയന്ന് ഓടുകയായിരിക്കും. ഇതൊക്കെ രാമനറിഞ്ഞിട്ട് എന്ത് പ്രയോജനം എന്ന് ചോദിച്ചാൽ, നമ്മളും ഇതുപോലെ അനാവശ്യമായ കാര്യങ്ങൾ അറിയാൻ ശ്രമിക്കുന്നവരായതുകൊണ്ട് ഈ ചോദ്യം ചോദിക്കാൻ നമുക്ക് അവകാശമില്ല. അത് നിങ്ങൾ നല്ലതുപോലെ മനസ്സിലാക്കണം. ട്രെയിനിലോ ബസ്സിലോ നമ്മൾ യാത്ര ചെയ്യുന്നു. നമ്മുടെ അടുത്ത് വേറൊരു യാത്രികൻ ഇരിക്കുന്നു. എവിടെയാ സ്ഥലം? എന്താ പേര്? വിവാഹം കഴിഞ്ഞാണോ? എത്ര കുട്ടികളുണ്ട്? ഓരോരുത്തർക്ക് എത്ര പ്രായമായി? മോളാണെങ്കിൽ കെട്ടിച്ചു വിട്ടോ? ഇതെന്തിനത്? ഈ യാത്രക്കിടയിൽ വായും പൂട്ടി മിണ്ടാതിരുന്നാൽ പോരെ? ഈ വേണ്ടാത്ത ഈ കുശലപ്രശ്നം എന്ന വ്യാജേന അടുത്തിരിക്കുന്നവരോട് ചുമ്മാതെ മനുഷ്യർ ഓരോന്ന് സംസാരിക്കും. അവന് സംസാരിക്കാതിരിക്കാൻ പറ്റില്ല. ഈ സംസാരം എന്നുള്ളത് ഒരു രോഗമാണ്. ആ സംസാരം എന്നുള്ളത് ഈ പ്രപഞ്ച ജീവിതം എന്ന അർത്ഥം എടുത്താലും സംഭാഷണം എന്നുള്ള അർത്ഥം സ്വീകരിച്ചാലും ഒരു രോഗമാണിത്. മിണ്ടാതിരിക്കാൻ മനുഷ്യരെ കൊണ്ട് കഴിയുന്നില്ല. അതുകൊണ്ട് രാമനും ഒരു ചോദ്യം ചോദിക്കുന്നു എന്ന് വിചാരിച്ചോളൂ. കിം കരോതി കഥം ദൂർവാശ്ചർവയത്യുർവരാസ്പദഃ. ആ ഹരിണം അല്ലെങ്കിൽ മാൻ ഇപ്പോൾ എന്താണ് ചെയ്യുന്നത്? അത് കറുകപ്പുല്ല് ചവച്ചുകൊണ്ടിരിക്കുകയാണോ? പുല്ല് മാനിന് വളരെ ഇഷ്ടമുള്ളതാണ്, അതിലും വിശേഷിച്ച് കറുകപ്പുല്ല്. നമ്മൾ വിഘ്നേശ്വരന് കറുകപ്പുല്ല് കൊണ്ടുള്ള മാലയാണല്ലോ ചാർത്തുന്നത്. ആ കറുകപ്പുല്ല്, അതിനാണ് ദൂർവ എന്ന് പറയുന്നത്. ആ ദൂർവ ചർവയതി, ചർവണം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടോ? ചവച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ വേഗം വേഗം ആ പുല്ലുകളൊക്കെ ഭക്ഷിച്ചിട്ട് ഒരിടത്തിരുന്ന് അയവെട്ടുകയാണോ? എന്താണത് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഉർവരാസ്പദ, അതല്ല, അത് സസ്യശ്യാമളമായ ഒരു ഭൂമിയിൽ ഏതെങ്കിലും ചെടികളെ ഭക്ഷിച്ചുകൊണ്ട് കഴിയുകയാണോ? ഉർവര എന്നുള്ള വാക്കിന് സസ്യാഢ്യാ ഭൂമി, ധാരാളം വൃക്ഷങ്ങളും സസ്യങ്ങളും ഒക്കെ നിറഞ്ഞിരിക്കുന്ന ഒരു ഭൂമിയിൽ അത് ഇങ്ങനെ കഴിയുകയാണോ? അത് കറുകപ്പുല്ലുകൾ ഭക്ഷിച്ചുകൊണ്ടിരിക്കുകയാണോ? ജാതിം താം ജരഢജ്ഞാനി, മാനിൻ്റെ ശരീരമാണ് ആ വിഭജിത്ത് സ്വീകരിച്ചത്. ആൾ വേറെയാണ്, അത് വെറും ഒരു കൂട് മാത്രമാണ്. അകത്തിരിക്കുന്നത് വൃദ്ധനായ ജ്ഞാനിയാണ്. ജരഠൻ എന്ന് പറഞ്ഞാൽ വൃദ്ധൻ എന്നർത്ഥം. ജരഠജ്ഞാനിയാണ് എന്ന് പറഞ്ഞാൽ ആത്മജ്ഞാനം നേടിയ ആളെന്നല്ല. പലതരം അനുഭവങ്ങളിലൂടെ കടന്നുപോയി ധാരാളം അനുഭവ സമ്പത്ത് നേടിയ വൃദ്ധനാണ് ആ മാനിൻ്റെ ഉള്ളിൽ കഴിയുന്നത്. വിഭജിത്താണല്ലോ മാനായി ജനിച്ചത്. ആ വിഭജിത്ത് ജരഠജ്ഞാനി ജാതിൻ താം കഥാ ഉദാരാം സ്മരിഷ്യതി, താൻ ഈ മാനായി ജനിച്ചിരിക്കുന്നു, തൻ്റെ പൂർവജന്മം ഇന്നതായിരുന്നു എന്ന് എപ്പോഴാണ് ആ മാനിൻ്റെ രൂപത്തിലുള്ള വിഭജിത്ത് അറിയുക? അവൻ അറിഞ്ഞാലെന്ത്, അറിഞ്ഞില്ലെങ്കിലെന്ത്? നീ നിൻ്റെ കാര്യം നോക്കിയാൽ പോരെ. ഈ കഥയുടെ ഉള്ളിൽ ചോദ്യം ചോദിക്കുന്നത് കുട്ടികൾക്കൊരു രസമാണ്. എന്തെങ്കിലും ഒരു കഥ പറയാൻ തുടങ്ങുമ്പോൾ ഉടനെ ഓരോ ചോദ്യങ്ങൾ ചോദിക്കാൻ ആരംഭിക്കും. വസിഷ്ഠ മഹർഷി മനഃപൂർവ്വം രാമനെ കൊണ്ട് ചോദ്യം ചോദിപ്പിക്കാൻ വേണ്ടിയാണ്
ഇങ്ങനെ ഒരു കഥ പറയുന്നത്. അതുകൊണ്ട് രാമൻ ചോദ്യം ചോദിക്കുമ്പോൾ വസിഷ്ഠ മഹർഷി ഉള്ളുകൊണ്ട് സന്തോഷിക്കുകയാണ് ചെയ്യുന്നത്. വിചിന്തനം ചെയ്യുന്നത് കൊണ്ടാണ് നല്ല ചോദ്യങ്ങൾ പുറത്തു വരുന്നത്. അപ്പോൾ എപ്പോഴാണ് അദ്ദേഹം തൻ്റെ പൂർവജന്മത്തെ സ്മരിക്കുക എന്നും രാമൻ അറിയണം. താൻ പൂർവോക്താൻ ദിഗന്ധരാൻ സ്വസ്വ വാസനാകൽപ്പിതേ അന്യാന്യ സംസാരേ താദൃശൈരേവ ദേഹൈർ വസ്തുതോ ഭ്രാന്താഃ നൈകസ്മിംസ്തത്ര പൂർവോ വിപശ്ചിത് ഇഹൈവ ഹരിണോ ജാത ഇത്യുത്തരത്ര അന്വയഃ. പല ദിക്കുകളിലും നേരത്തെ പറയപ്പെട്ട നാല് പേരില്ല, നാലിൽ ഒരാൾ മുക്തനായി പോയി. ബാക്കി 3 പേരും അവരുടെ വാസന കൊണ്ട് ഉണ്ടെന്ന് തോന്നിയ സംസാരത്തിൽ ഓരോ തരം ശരീരങ്ങളോടുകൂടി ഭ്രമിച്ചുകൊണ്ടിരുന്നു. എല്ലാവരും ഒരേ ലോകത്തല്ല കഴിഞ്ഞിരുന്നത്. പൂർവോ വിപശ്ചിത് ഇഹൈവ ഹരിണോ ജാതഃ. കിഴക്ക് ദിക്കിലേക്ക് പോയ വിപശ്ചിത്താണ് ഇപ്പോൾ മാനായി ജനിച്ചത്. വ്യോംനി മഹാകാശെ ആ അർത്ഥം പറഞ്ഞു കഴിഞ്ഞു. കകുപ്പ് എന്ന് പറഞ്ഞാൽ ദിശ, ഏത് ദിക്കിലാണ് ആ മാൻ ഇപ്പോൾ കഴിയുന്നത്. ഉർവരാ സസ്യാഢ്യാ ഭൂമിഹി, ധാരാളം പച്ചപ്പുള്ള വൃക്ഷലതാദികളൊക്കെ സമൃദ്ധമായി വളരുന്ന ഭൂമിയിലാണോ ആ ഹരിണം കഴിയുന്നത്. ജരഠം ജരയേവ ശിഥിലം, ജരാനരകൾ പോലെ ശിഥിലമായ ജ്ഞാനത്തോടു കൂടിയവനായതുകൊണ്ടാണ് ജരഠജ്ഞാനി എന്ന് പറഞ്ഞത്. ജരഠൻ എന്ന് പറഞ്ഞാൽ വൃദ്ധൻ. ജ്ഞാനത്തിൽ വൃദ്ധി സംഭവിച്ചു എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠമായ ആത്മജ്ഞാനത്തെ നേടി എന്നല്ല. അദ്ദേഹത്തിൻ്റെ ജ്ഞാനം ശിഥിലമായി താൻ ആത്മാവാണ് എന്നറിയുന്നതിന് പകരം ഭ്രമരൂപത്തിലുള്ള അനേകം സംസാരങ്ങളെ അദ്ദേഹം അറിഞ്ഞു. അങ്ങനെ ജ്ഞാനം ശിഥിലമായവൻ എന്നുള്ള അർത്ഥത്തിലാണ് ജരഠജ്ഞാനി എന്ന് പറയുന്നത്. ജരയേവ ശിഥിലം ജ്ഞാനമസ്യാസ്തീതി. ജര വാർദ്ധക്യത്തിലാണ് ജരാനരകൾ നമ്മെ ബാധിക്കുന്നത്. അതുപോലെ ബാധിക്കപ്പെട്ട ആത്മജ്ഞാനത്തോടു കൂടിയവൻ അല്ലെങ്കിൽ ശിഥിലമായ ജ്ഞാനത്തോടു കൂടിയവൻ എന്ന അർത്ഥത്തിലാണ് ജരഠജ്ഞാനി എന്ന് പറയുന്നത്. ആ ജരഠജ്ഞാനിയായ മാൻ താം പ്രാക്തനീം ജാതിം വിപശ്ചിത് ജന്മ കഥാ സംസ്മരിഷ്യതി. താൻ വിപശ്ചിത്തായിരുന്ന താനാണ് ഇപ്പോൾ മാനായി ജനിച്ചിരിക്കുന്നത് എന്ന് ആ മാൻ എപ്പോൾ അറിയും? അതിനെപ്പോഴാണ് ഓർമ്മ വരിക? എപ്പോഴും അത് മാനായി തന്നെ കഴിയുമോ? ഒരിക്കലും അതിന് പൂർവജന്മ സ്മരണ ഉണ്ടാവില്ലേ? ഇതൊക്കെയാണ് രാമൻ്റെ ചോദ്യം. വസിഷ്ഠ മഹർഷിയുടെ മറുപടി നമുക്കിനി വായിക്കാം. ശ്രീ വസിഷ്ഠ ഉവാച. ആറ്റം ബോംബ് പൊട്ടിക്കാൻ പോവുകയാണ്. കഥയുടെ സസ്പെൻസ് നശിപ്പിക്കാൻ പോവുകയാണ്, സസ്പെൻസ് ഇല്ലാതാക്കാൻ പോവുകയാണ്. യോസൗ ത്രികർത്തനാഥേന ദത്തഃ ക്രീഡാമൃഗസ്തവ സ്ഥിതഃ ക്രീഡാമൃഗാകാരേ വിദ്ധിതം ത്വം വിപശ്ചിതം. രാമ, ഒരു പർവ്വത പ്രദേശത്ത് വനത്തിൽ മാനായി ജനിച്ചു എന്ന് പറഞ്ഞു. പക്ഷേ നീയുണ്ടോ വിടുന്നു? അത് ഇപ്പോൾ എവിടെയുണ്ട്? കറുകപ്പുല്ല് ഭക്ഷിച്ചു കൊണ്ടിരിക്കുകയാണോ? അല്ലെങ്കിൽ വേറെന്തെങ്കിലും കർമ്മത്തിൽ വ്യാപരിച്ചിരിക്കുകയാണോ? അതിൻ്റെ എക്സാക്റ്റ് ലൊക്കേഷൻ എന്താണെന്നാണ് ചോദിക്കുന്നത്. ലൊക്കേഷൻ പറയാം, ഞെട്ടരുത്. എന്താണ്? യോസൗ ത്രികർത്തനാഥേന ദത്തഃ ക്രീഡാമൃഗസ്തവ. രാമ, നിന്റെ അച്ഛനായ ദശരഥന് ത്രികർത്തം എന്ന പേരുള്ള ഒരു ദേശത്തിലെ രാജാവ് ഒരു മാൻകുഞ്ഞിനെ സമ്മാനമായി കൊടുത്തു. ഒരു പക്ഷേ നീ അത് അറിഞ്ഞിട്ടില്ലായിരിക്കാം. ദശരഥൻ്റെ കയ്യിൽ ത്രികർത്ത ദേശത്തിൻ്റെ അധിപതിയായ ഒരു രാജാവ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു മാൻകുട്ടിയെ കൊണ്ടുകൊടുത്തു. അതിനെയാണ് നീ പലപ്പോഴുമായിട്ട് കളിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്, അതിൻ്റെ കൂടെയാണ് കളിക്കുന്നത്. നിൻ്റെ ഒരു പെറ്റ് അനിമലാണ് ആ മാൻ. ആ മാൻ തന്നെയാണ് ആ വിപശ്ചിത്ത്. ആരാണെന്ന് ചോദിച്ചില്ലേ? എവിടെയാണെന്ന് ചോദിച്ചില്ലേ? നിൻ്റെ തന്നെ വീട്ടിൽ
അല്ലെങ്കിൽ കൊട്ടാരത്തിൽ സ്ഥിതഃ ക്രീഡാമൃഗാകാരേ. ക്രീഡാമൃഗങ്ങൾ എന്ന് പറഞ്ഞാൽ പെറ്റ് അനിമൽസ്, പെറ്റ് ബേർഡ്സ്. നമ്മൾ പക്ഷികളെയും മൃഗങ്ങളെയും ഒക്കെ വളർത്താറുണ്ടല്ലോ, കൂട്ടിലിട്ടും കൂട്ടിലിടാതെയുമൊക്കെ. ആ മൃഗങ്ങളുടെ വാസസ്ഥാനമാണ് ക്രീഡാമൃഗ ആകാരം. അവിടെ നീ ചോദിച്ച വിപശ്ചിത്ത് ഒരു മാനിൻ്റെ രൂപത്തിൽ ഇപ്പോഴുണ്ട്. ഇപ്പോൾ ചെന്ന് നോക്കിയാൽ കാണാം. പക്ഷെ അതാണ് വിപശ്ചിത്ത് എന്നുള്ള കാര്യം ഞാൻ പറയാതെ നിനക്കറിയാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, രൂപം മാറി വന്നു കഴിഞ്ഞാൽ, ഫാൻസി ഡ്രസ്സ് ഇട്ടുകൊണ്ട് വന്നാൽ തന്നെ ഒരു വ്യക്തിയെ നമുക്ക് അടയാളം കാണാൻ പറ്റുന്നില്ല. പിന്നെയാണോ പുനർജനിച്ചാൽ? വേറൊരു ശരീരത്തോടു കൂടി ഒരു ജീവൻ പ്രത്യക്ഷപ്പെട്ടാൽ ഏത് ജീവനാണ് ഈ പുതിയ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് എന്ന് മറ്റുള്ളവർക്ക് എങ്ങനെ മനസ്സിലാക്കാൻ കഴിയും? എന്തായാലും രാമ, ഞാൻ ആ രഹസ്യം ഇതാ പറഞ്ഞു തന്നിരിക്കുന്നു. തം ത്വം വിപശ്ചിതം വിദ്ധി. ആ മാനാണ് വിപശ്ചിത്തിൻ്റെ അടുത്ത ജന്മം. വിപശ്ചിത്താണ് നിന്റെ കൊട്ടാരത്തിൻ്റെ പുറകിൽ അല്ലെങ്കിൽ മുമ്പിൽ ആ ക്രീഡാമൃഗങ്ങളെയൊക്കെ സൂക്ഷിക്കുന്ന ആ സ്ഥലത്ത് മാനായി കഴിയുന്നത്. ആ മാൻ എങ്ങനെ അവിടെ വന്നു എന്ന് ചോദിച്ചാൽ, ത്രിഗർത്ത ദേശത്തിൻ്റെ അധിപതിയായ രാജാവ് ഒരിക്കൽ നിന്റെ അച്ഛനായ ദശരഥനെ കാണാൻ വന്നു. അപ്പോൾ അദ്ദേഹം ദശരഥന് കാഴ്ചദ്രവ്യമായി സമർപ്പിച്ചതാണ് ആ മാൻ. ത്രിഗർത്താ ദേശവിശേഷാ തേഷാം നാഥേന രാജ്ഞാ തവ ഉപായനത്വേന യഃ ക്രീഡാമൃഗോ ദത്തഃ സ ഇദാനീം ക്രീഡാമൃഗബന്ധനാകാരേ സ്ഥിതോസ്തി തം മൃഗം ത്വം വിപശ്ചിതം വിദ്ധി. ദശരഥനല്ല സമ്മാനമായിട്ട് കൊടുത്തത്. കൊച്ചു കുട്ടികൾക്കാണല്ലോ നമ്മൾ കളിപ്പാട്ടവും മറ്റുമൊക്കെ കൊടുക്കുക. രാമ, നിനക്ക് കാഴ്ചദ്രവ്യമായി ത്രിഗർത്തം എന്ന പേരോടുകൂടിയ ദേശത്തിൻ്റെ അധിപനായ ആ രാജാവ് തന്നതാണ് ആ മാനിനെ. നിനക്ക് ലാളിക്കാൻ, നിനക്ക് കളിക്കാൻ വേണ്ടി അദ്ദേഹം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ആ മാനിനെ കൊണ്ടുവന്നു. അത് വിപശ്ചിത്തിൻ്റെ അപരജന്മമാണ്, അല്ലെങ്കിൽ പുനർജന്മമാണ്. ഉപായനം എന്ന് പറഞ്ഞാൽ കാഴ്ചദ്രവ്യം. ഗുരുവിനെയും രാജാവിനെയും അതുപോലെയുള്ള മഹത് വ്യക്തികളെ കാണാൻ പോകുമ്പോൾ കയ്യും വീശി പോകരുത്, എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോകണം. കൈക്കൂലിയായിട്ടല്ല കേട്ടോ, കൈക്കൂലിയായിട്ടല്ല. വെറും കൈയോടുകൂടി പോകരുത്. രാജാവിനെ കാണാൻ പോകുമ്പോൾ, ഗുരുനാഥനെ സമീപിക്കുമ്പോൾ, കുട്ടികളുള്ള വീട്ടിലേക്ക് ചെല്ലുമ്പോൾ എന്തെങ്കിലുമൊക്കെ ആ കുട്ടികൾക്ക് തിന്നാൻ കുറച്ച് മുട്ടായിയോ ബിസ്ക്കറ്റോ ഇതുപോലെയുള്ള സാധനങ്ങൾ അറിവുള്ളവർ വാങ്ങിച്ചുകൊണ്ട് പോകും. അറിവില്ലാത്തവൻ അവിടെ നിന്ന് എന്തെങ്കിലും തിന്നാൻ കിട്ടുമോ എന്ന് പ്രതീക്ഷിച്ചിരിക്കും. ഇതാണ് മനുഷ്യൻ്റെ സ്വഭാവം. നമുക്ക് ഒന്നും അങ്ങോട്ട് കൊടുത്ത് ശീലമില്ലല്ലോ, ഇങ്ങോട്ട് വാങ്ങിയല്ലേ ശീലമുള്ളൂ. ദേഹി ദേഹി, കാരണം ഇവൻ ദേഹി ആയതുകൊണ്ടാണ്. ദേഹത്തോടു കൂടിയവൻ ദേഹി. ഇവൻ്റെ മനോഭാവം ദേഹി ദേഹി എന്നാണ്. തരൂ തരൂ. മറ്റുള്ളവർക്കൊന്നും കൊടുക്കില്ല. ഈ കൊച്ചുകുട്ടികൾ അവരുടെ സ്വഭാവം തന്നോ, വീട്ടിൽ ആരെങ്കിലും വരുമ്പോൾ ആദ്യം ആ കുട്ടികൾ നോക്കുന്നത് ആ ആഗതൻ്റെ കൈകളിലേക്കാണ്. എന്തെങ്കിലും പൊതിയോ എന്തെങ്കിലും ഉണ്ടോ, തിന്നാൻ എന്തെങ്കിലും ഉണ്ടോ. പാവങ്ങൾക്ക് അത് മതി. ഇവനെ പോലെ കമ്പ്യൂട്ടറും കാറും ബംഗ്ലാവും ഒന്നും വേണ്ട. എന്തെങ്കിലും വായിലിട്ട് നുണയാൻ എന്തെങ്കിലുമൊക്കെ മതി. അതുകൊണ്ട് കൊച്ചുകുട്ടികളുള്ള വീട്ടിലേക്ക് പോകുന്നവർ ശ്രദ്ധിക്കുക, എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോവുക. ആ കുട്ടികളെ നിരാശപ്പെടുത്തരുത്. അങ്ങനെ കുട്ടിയായിരിക്കുന്ന അല്ലെങ്കിൽ ബാലകനായിരിക്കുന്ന രാമന് ത്രിഗർത്തദേശത്തിൻ്റെ അധിപൻ സമ്മാനമായി നൽകിയതാണ് ഈ മാനിനെ. രാമ, അത് വിപശ്ചിത്തിൻ്റെ പുനർജന്മമായിരുന്നു. അടുത്തത് പറയുന്നത് വാൽമീകിയാണ്. ഇങ്ങനെ വസിഷ്ഠ മഹർഷി പറഞ്ഞത് കേട്ടിട്ട് രാമൻ എന്ത് സംഭവിച്ചു? രാമന് സാധാരണ ആശ്ചര്യമോ വിസ്മയമോ ഒന്നും തോന്നാറില്ല. ഇത് കേട്ടപ്പോൾ രാമൻ സ്തബ്ധനായിപ്പോയി. ഏതോ ലോകത്ത് ഏതോ ബ്രഹ്മാണ്ടത്തിൽ അരഞ്ഞു തിരിഞ്ഞ വിപശ്ചിത്ത് എൻ്റെ വളർത്തു മൃഗങ്ങളെ സൂക്ഷിക്കുന്ന
ആ സ്ഥലത്തിൽ ഒരു മാനായി കഴിയുന്നു എന്നുള്ള വാർത്ത കേട്ട് കുറച്ചു നേരത്തേക്ക് രാമന് ഒന്നും സംസാരിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് വസിഷ്ഠ മഹർഷിയെ കൊണ്ട് സംസാരിപ്പിക്കുന്നതിന് പകരം വാൽമീകി പറഞ്ഞു എന്നാണ് ഗ്രന്ഥകാരനായ വാൽമീകി തന്നെ പറയുന്നത്. ഈ പുസ്തകം എഴുതിയത് ആരാണ്? വാൽമീകി മഹർഷി. വസിഷ്ഠനും രാമനും ഈ യോഗവാസിഷ്ഠം എന്ന കൃതിയിലെ കഥാപാത്രങ്ങളാണ്, അല്ലെങ്കിൽ നിമിത്തങ്ങളാണ്. രാമനെയും വസിഷ്ഠ മഹർഷിയെയും നിമിത്തമാക്കി ആത്മതത്വത്തെ ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കുക എന്നുള്ളതാണ് ഗ്രന്ഥകാരനായ വാൽമീകിയുടെ ഉദ്ദേശ്യം. ഇപ്പോൾ വാൽമീകി എഴുതിയ ഗ്രന്ഥത്തിൽ തന്നെ വാൽമീകി പറഞ്ഞു എന്ന് അദ്ദേഹം എന്തിനെഴുതി വച്ചിരിക്കുന്നു? ഇതൊരു വലിയ കുഴപ്പം പിടിച്ച ചോദ്യമാണ്. സാധാരണ ഒരു ഗ്രന്ഥകാരൻ എഴുതുന്ന കൃതിയിൽ അയാൾ കഥാപാത്രമായി പ്രത്യക്ഷപ്പെടാറില്ല. അയാളുടെ ആത്മകഥ എഴുതാം, അയാളുടെ ഓട്ടോബയോഗ്രഫി എന്ന് പറയും, അദ്ദേഹത്തിൻ്റെ ആത്മകഥ എഴുതാം. പക്ഷേ മറ്റൊരു കഥ അവതരിപ്പിക്കുമ്പോൾ അതിൽ തന്നെ കഥാപാത്രമാക്കി ഗ്രന്ഥകാരൻ എഴുതാറില്ല. ഷേക്സ്പിയറിൻ്റെ ഏതെങ്കിലും കൃതിയിൽ ഷേക്സ്പിയർ കഥാപാത്രമായി വരുന്നുണ്ടോ? ഇല്ല. പക്ഷെ നമ്മുടെ പുരാണ ഗ്രന്ഥങ്ങൾ എടുത്തു നോക്കൂ. ഭാഗവതത്തിൽ വേദവ്യാസൻ കഥാപാത്രമായി വരും. വേദവ്യാസനാൽ വിരചിതമാണ് ഭാഗവതം. അതുപോലെ വ്യാസവിരചിതമായ മഹാഭാരതത്തിൽ വ്യാസൻ ഒരു പ്രധാന കഥാപാത്രമാണ്. അതുപോലെ വാൽമീകി വിരചിതമായ രാമായണത്തിൽ വാൽമീകിയും ഒരു കഥാപാത്രമാണ്. ഹൗ ഈസ് ഇറ്റ് പോസിബിൾ? നമ്മൾ എത്രയോ നാടകങ്ങളും കാവ്യങ്ങളുമൊക്കെ വായിച്ചിട്ടുണ്ട്. കാളിദാസൻ്റെ ഏതെങ്കിലും കാവ്യങ്ങളിൽ കാളിദാസൻ കഥാപാത്രമായി പ്രത്യക്ഷപ്പെടുന്നുണ്ടോ? ഇല്ല. പിന്നെ ഈ ഋഷീശ്വരന്മാർ മാത്രം എന്തിനാണ് അവരുടെ രചനകളിൽ അവരെ തന്നെ ഒരു കഥാപാത്രമായി ചിത്രീകരിച്ചത് എന്ന് ചോദിച്ചാൽ അവരോട് തന്നെ ചോദിക്കുന്നു. ഇതിൻ്റെ ഉദ്ദേശം എന്താണ്? ഈ ഗ്രന്ഥകാരൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെയാണല്ലോ അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളിലൂടെ അദ്ദേഹം പറയുന്നത്. അപ്പോൾ പിന്നെ തന്നെ ആ പുസ്തകത്തിൽ അല്ലെങ്കിൽ കാവ്യത്തിൽ ഒരു കഥാപാത്രമായി എന്തിനവർ അവതരിപ്പിച്ചു? എനിക്ക് തോന്നുന്ന ഒരു കാരണം, ഇവർ എഴുതിയ കൃതികൾ അല്ലെങ്കിൽ രചനകൾ അവരുടെ തന്നെ ജീവചരിത്രമായതുകൊണ്ട് എന്നാണ്. വേദവ്യാസൻ ഏതൊക്കെ ഘട്ടത്തിലൂടെ കടന്നുപോയി എന്ന് ലോകത്തെ അറിയിക്കാൻ വേണ്ടി അദ്ദേഹം രചിച്ച കൃതിയാണ് മഹാഭാരതവും മറ്റു പുരാണങ്ങളും. അതുകൊണ്ട് ആ കൃതികളിൽ അദ്ദേഹവും ഒരു കഥാപാത്രമായി പ്രത്യക്ഷപ്പെടുന്നു. അത് വാസ്തവത്തിൽ ഋഷിമാരുടെ ആത്മകഥയാണ്. തൻ്റെ ആത്മകഥ എഴുതുമ്പോഴല്ലേ താൻ അതിലൊരു കഥാപാത്രമായി പ്രത്യക്ഷപ്പെടാനുള്ള സാധ്യതയുള്ളൂ. മറ്റൊരു ചരിത്രം, വേറൊരാളുടെ കഥ അല്ലെങ്കിൽ ഏതോ കാൽപ്പനികമായ കഥ അത് അവതരിപ്പിക്കുമ്പോൾ അതിൽ ഗ്രന്ഥകാരൻ തന്നെ ഒരു കഥാപാത്രമായി പ്രകടമാക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇതൊക്കെ ഋഷീശ്വരന്മാരുടെ ആത്മകഥയാണ്, ജീവചരിത്രമാണ് എന്ന് വേണം നാം മനസ്സിലാക്കാൻ. അതുകൊണ്ടാണ് ഗ്രന്ഥകാരൻ തന്നെ ഒരു കഥാപാത്രത്തിൻ്റെ രൂപത്തിൽ അവരുടെ കൃതികളിൽ പ്രത്യക്ഷപ്പെടുന്നത്. ശ്രീ വാൽമീകിരുവാച, വാൽമീകി പറഞ്ഞു, ശ്രുത്വേതി രാഘവസ്തസ്യാം സഭായാം വിസ്മയാൻവിതഃ ബാലകാൻ മൃഗമാനേതും പ്രേഷയാമാസ ഭൂരിശഃ. ഇതി ശ്രുത്വാ രാഘവഃ, വസിഷ്ഠ മഹർഷി ഇങ്ങനെ ഒരു ഞെട്ടിക്കുന്ന കാര്യം പറഞ്ഞത് കേട്ടിട്ട് ആ ദശരഥ സഭയിൽ വിസ്മയാവിഷ്ടനായി കാണപ്പെട്ടു രാമൻ. രാമൻ്റെ ആശ്ചര്യത്തിന് അതിരുകളില്ലായിരുന്നു. രാമൻ എന്തു ചെയ്തു? ബാലകാൻ മൃഗം ആനേതും പ്രേഷയാമാസ ഭൂരിശഃ. അവിടെ അടുത്തുണ്ടായിരുന്ന തൻ്റെ കുറേ കൂട്ടുകാരായ ബാലന്മാരെ വിളിച്ചിട്ട്, നിങ്ങൾ പോയി ആ മാനിനെ വിളിച്ചുകൊണ്ട് വരുമെന്ന് പറഞ്ഞു. ഒന്ന് കാണണമല്ലോ. എടാ വിവശ്യത്തെ, നീയാണോടാ ബ്രഹ്മാണ്ടങ്ങളിൽ പല സ്ഥലത്തും സഞ്ചരിച്ച് പല ലോകങ്ങളിലൂടെയും കടന്ന്
അത്ഭുതകരങ്ങളായ അനുഭവങ്ങളിലൂടെ കടന്നുപോയ ആ ജീവൻ നീയാണോ ഒരു കൊച്ചു മാനായി എൻ്റെ വീട്ടിൻ്റെ പുറകിൽ ഉള്ള ആ ക്രീഡാമൃഗങ്ങളെ സൂക്ഷിക്കുന്ന ആ സ്ഥലത്ത് കഴിയുന്നത്? എന്തായാലും ആ മാനിനെ ഒന്നുകൂടെ കാണണം എന്ന് രാമന് ആഗ്രഹം തോന്നി. അതുകൊണ്ട് കുറേ ബാലന്മാരെ വിളിച്ചിട്ട് ആ മാനിനെ സഭയിലേക്ക് കൊണ്ടുവരാൻ രാമൻ ആവശ്യപ്പെട്ടു. അഥാനീതോ മൃഗോ മുഗ്ധ സഭാം സ്ഫാരാം വിവേശസഃ സർവൈ സഭ്യഗണൈർദൃഷ്ട പുഷ്ടിമാം സ്തുഷ്ടിമാനപി. ബാലകന്മാർ മാനിനെ കൊണ്ടുവന്നു ദശരഥ സഭയിൽ. ആ മാൻ വല്ലാതെ പേടിച്ചരണ്ടിരിക്കുന്നു. മാൻ പൊതുവെ ഭയമുള്ള ജീവിയാണ്. അത് പുല്ലും മറ്റും തിന്നുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് തല ഉയർത്തി നോക്കും, ചെവി ഇങ്ങനെ ഉയർത്തി നോക്കും, എവിടുന്നെങ്കിലും ശബ്ദം വരുന്നുണ്ടോ. ഭയം കാരണമായിട്ടാണ്. എവിടെ നിന്ന് എങ്ങനെയുള്ള ആക്രമണമാണ് വരുന്നതെന്ന് പറയാൻ പറ്റില്ല. കാട്ടിൽ കഴിയുന്ന സസ്യബുക്കുകൾക്ക് 4 ഭാഗത്തു നിന്നും ആക്രമണം വരാനുള്ള സാധ്യതയുണ്ട്. വെജിറ്റേറിയൻസിന് എപ്പോഴും നോൺ വെജിറ്റേറിയൻസിൽ നിന്ന് ആക്രമണം ഉണ്ടാവാം. ഇതെപ്പോഴും മനസ്സിലാക്കുക. ഭയമില്ലാത്ത ഒരു വെജിറ്റേറിയൻ അനിമൽ എന്ന് പറയുന്നത് ആനയോ കാണ്ടാമൃഗമോ കാട്ടുപോത്തോ പോലെയുള്ള ജീവികളാണ്. അവയ്ക്ക് ഭയമില്ല. കാട്ടുപോത്തിനും പിന്നെയും സിംഹത്തെയൊക്കെ ഭയമുണ്ട്. കാണ്ടാമൃഗത്തിന് നല്ല തൊലിക്കട്ടി കൂടുതലാണ്. അത്ര പെട്ടെന്നൊന്നും അതിനെ അടിച്ച് മറ്റൊരു ജീവിയും ഭക്ഷിക്കത്തില്ല. അതുപോലെ ആനയോട് എതിർത്ത് നിൽക്കാൻ മറ്റുള്ള മൃഗങ്ങൾ ധൈര്യം കാണിക്കാറുമില്ല. എന്തായാലും ആ മാൻ ദശരഥ സഭയിലേക്ക് കൊണ്ടുവരപ്പെട്ടു. അത് വല്ലാണ്ട് ഭയചകിതനായിരിക്കുന്നു. വിശാലമായ അനേകം ആളുകൾ സന്നിഹിതരായിരിക്കുന്ന ആ സഭയിൽ വിപശ്ചിത്തിൻ്റെ പുനർജന്മമായ ആ മാൻ പ്രവേശിച്ചു. സർവൈ സഭ്യഗണൈർദൃഷ്ട പുഷ്ടിമാം സ്തുഷ്ടിമാനപി. സഭാവാസികളെല്ലാം ആ മാനിനെ ആശ്ചര്യത്തോടുകൂടെ നോക്കി. എങ്ങനെയുള്ള മാനാണ്? കൊട്ടാരത്തിലല്ലേ കഴിയുന്നത്. 3 വേള നല്ല കുശാലായ ഭക്ഷണം, നല്ല തടിച്ചു കൊഴുത്ത് സ്ഥിതി ചെയ്യപ്പെട്ടു ആ മാൻ. എല്ലാവരും ആ സുന്ദരവും തടിച്ചു കൊഴുത്തതുമായ മാൻകിടാവിനെ കണ്ട് ആശ്ചര്യപ്പെട്ടു. മാനിനും വലിയ സന്തോഷം. അതിൻ്റെ കണ്ണുകളിൽ ഒരു ഭയം കാണാൻ കഴിഞ്ഞാലും അത് സന്തുഷ്ടനാണ് എന്ന് സഭാവാസികൾ മനസ്സിലാക്കി. ഇനി ആ മാനിനെ വർണ്ണിക്കുകയാണ്. താരാബിന്ദുയുധം ദേഹബിന്ദുഭിഖം വിടംബയന് ദൃഷ്ടിപാദോത്പലാസാരൈ സുന്ദരീ പരിതർജയന്. ഈ മാൻ എങ്ങനെ കാണപ്പെട്ടു എന്ന് ചോദിച്ചാൽ, താരാബിന്ദുയുധം ദേഹബിന്ദുഭിഹി ഖം വിടംബയൻ. അനേകം നക്ഷത്രങ്ങൾ പൂത്തു നിൽക്കുന്ന ആകാശമണ്ഡലം പോലെ ഈ മാൻ കാണപ്പെട്ടു. അതിൻ്റെ ആസകലം തിളങ്ങുന്ന മനോഹരമായ പുള്ളിമാനായിരുന്നു അത്. അപ്പോൾ അത് കാണാൻ നല്ല ചന്തമുള്ളതായിരുന്നു. താരാബിന്ദുക്കൾ കൊണ്ട് ശോഭിക്കുന്ന ആകാശമണ്ഡലത്തെ അനുകരിക്കുന്നവൻ എന്ന പോലെ ആ മാൻ കാണപ്പെട്ടു. പിന്നെ ദൃഷ്ടിപാത ഉത്പലാസാരൈ സുന്ദരീ പരിതർജയന്. ദൃഷ്ടിപാതം എന്ന് പറഞ്ഞാൽ അതിൻ്റെ നോട്ടം. മാനുകളുടെ കണ്ണ് വളരെ നീളമുള്ളതാണ്. ഇളമാനിനേക്കാൾ നീളമുള്ള കണ്ണ്, കറുകറുത്തൊരു ഒരു പാട്ടില്ലേ, കറുകറുത്തൊരു പെണ്ണാണ്. അല്ല കറുകറുത്തൊരു മുത്തോളെ. ഈ കലാഭവൻ മണിയുടെ നാടൻ പാട്ടുകളൊന്നും കേട്ടിട്ടില്ലെന്ന് തോന്നുന്നു. കേട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഇത് കേട്ടാൽ മതി. അപ്പോൾ ദൃഷ്ടിപാത ഉത്പലാസാരൈഹി, അതിൻ്റെ മനോഹരമായ നോട്ടം, ആ ഓരോ നോട്ടവും ഉത്പലാസാരൈഹി, ഉത്പലം എന്ന് പറഞ്ഞാൽ ആമ്പൽ തുടരെ വർഷിക്കുന്നത് പോലെയുള്ള അതിൻ്റെ
നിരന്തരമായ നോട്ടം, 4 ഭാഗത്തും ഇങ്ങനെ അത് തലതിരിച്ച് ആ സഭയിലുള്ളവരെയൊക്കെ നോക്കുകയാണ്. അങ്ങനെയുള്ള നോട്ടങ്ങളാകുന്ന ആമ്പലുകളുടെ വർഷം കൊണ്ട് സുന്ദരികളെ പരാജയപ്പെടുത്തി ഈ മാൻ. സുന്ദരികളുടെ നോട്ടത്തിനാണ് അഴകുള്ളത് എന്നാണ് അവരുടെ കടാക്ഷം. ആ സുന്ദരിമാരുടെ കടാക്ഷമൊന്നും ഈ മാനിൻ്റെ നോട്ടവുമായി താരതമ്യം ചെയ്താൽ ഒന്നുമല്ല. അവരൊക്കെ തോറ്റു, 7 അയലത്ത് വരാൻ പറ്റാതെ ആക്കി തീർത്തു ഈ അതിമനോഹരമായ മാൻ. സുന്ദരിമാരെയെല്ലാം പരാജയപ്പെടുത്തി തൻ്റെ നോട്ടം കൊണ്ട്. ദേഹഗതൈർ ബിന്ദുഭിഹി പൃഷദ്ഭിഹി താരാബിന്ദുയുതം ഖം വിടംബയൻ അനുകുർവൻ. ശരീരത്തിലുള്ള അതിമനോഹരമായ പുള്ളികളെ കൊണ്ട് നക്ഷത്രങ്ങളെ കൊണ്ട് ശോഭിക്കുന്ന ആകാശത്തെ അനുകരിക്കുന്നവൻ പോലെ കാണപ്പെട്ടു. ആദൃതാനാദൃത സഭൈർ നീലാ മരകതത്വിഷഃ ധാവം സ്തൃണേച്ഛയാലോലം മുഗ്ധൈശ്ചകിതവീക്ഷിതൈഃ. മാനല്ലേ, അത് എപ്പോഴും പുല്ല് തിന്നാനാണ് ആഗ്രഹിക്കുന്നത്. എന്തു ചെയ്തു? ഈ രാജസഭയിൽ പുല്ലൊന്നുമില്ല. അവിടെയൊക്കെ തറയൊക്കെ നല്ല മൊസൈക്കല്ല, മാർബിളും ഗ്രാനൈറ്റും ഒക്കെ കൊണ്ട് നല്ല കല്ല്, മിനുസമായ കല്ല് കൊണ്ട് പാകിയ തറയാണ്. ഇവിടെ പുല്ലൊന്നും ഉണ്ടാകത്തില്ല എന്ന് അറിയാതെ എന്തു ചെയ്തു? അവിടെയൊക്കെ പുല്ലുണ്ടോ എന്ന് അന്വേഷിച്ച് ഇങ്ങനെ ഓടി നടന്നു. ആദൃത അനാദൃത സഭൈഹി. വ്യാഖ്യാനം കൂടെ വായിച്ചു പോകും. അതാണ് ആദൃത ദർശനാദരവത്യപി അനാദൃത സഭാ യൈഹി തഥാവിധൈശ്ചകിതവീക്ഷണൈഃ സഭയ കടാക്ഷൈഃ നീലവർണാഃ സഭാസ്തംഭാദി ഖചിതമരകതത്വിഷഃ ഹരിതം തൃണഭ്രാന്തിപ്രയുക്തയാ ഇച്ഛയാ ആദാതും ധാവന്. തറയിലൊക്കെ പുല്ല് വളർന്നിരിക്കുന്നത് പോലെ അതിന് തോന്നി. അതിനെന്താ കാരണം എന്ന് ചോദിച്ചാൽ, ആദ്യം ആ സഭാവാസികളുടെ അവസ്ഥയെ വർണ്ണിക്കുകയാണ്. ആദൃത ദർശനാത്. സഭാവാസികളെയൊക്കെ കണ്ടു, എല്ലാവരെയും കണ്ട് എല്ലാവരോടും ഒരു ബഹുമാനമോ അല്ലെങ്കിൽ ഭയമോ ഒക്കെ തോന്നിയവനെ പോലെ ഈ മാൻ കാണപ്പെട്ടാലും അവരെയൊന്നും വകവയ്ക്കാതെ, അവരെയൊന്നും ശ്രദ്ധിക്കാതെ, അവരെയൊക്കെ അനാദരിക്കുന്നവനെന്ന പോലെ ചകിത വീക്ഷണൈഹി, ഭയം കലർന്ന നോട്ടത്തോടുകൂടി, വീക്ഷണത്തോടുകൂടി, സഭയ കടാക്ഷൈഹി, ഭയത്തോടുകൂടിയ കടാക്ഷം. അതുകൊണ്ട് അത് കാരണമായി നീലവർണാഹ സഭാസ്തംഭാദി ഖചിത മരകതത്വിഷഃ. ആ സഭയിൽ ധാരാളം തൂണുകളുണ്ട്. ആ തൂണുകളിലൊക്കെ മരതക രത്നങ്ങൾ പതിച്ചിരിക്കണം, മരതക കല്ലുകൾ. പച്ച നിറത്തിലുള്ള ഒരു കല്ലാണ് ഈ മരതകം എന്ന് പറയുന്നത്. തമിഴിൽ മരകതം എന്നാണ് പറയുന്നത്, മലയാളത്തിൽ മരതകം അല്ലേ, അങ്ങനെയല്ലേ? തമിഴിൽ അല്പം ഈ ചൊറിച്ചു മല്ലുന്ന സ്വഭാവം തമിഴന്മാർക്ക് ഉണ്ട് എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. മരതകം എന്നുള്ളതിനെ മരകതം എന്ന് അവർ പറയും. ഈ മരതകക്കല്ലിൻ്റെ പച്ച നിറം ആ സഭയിൽ നിലത്ത് വ്യാപിച്ചിരിക്കുന്നത് കൊണ്ട് ആ പച്ച നിറം കാരണമായിട്ട് അതൊക്കെ പുല്ലാണോ എന്ന് വിചാരിച്ച് ആ പുല്ല് തിന്നാനായി ആ സഭാമണ്ഡപത്തിൽ ഓടി നടന്നു നമ്മുടെ കുഞ്ഞുമാൻ. പുല്ല്, അവിടെയൊക്കെ പുല്ല് വളർന്നിരിക്കുകയാണ് എന്ന് വിചാരിച്ച് അതൊക്കെ ഭക്ഷിക്കാനായി ഓടി നടന്നു. ധാവം സ്തൃണേച്ഛയാലോലം. പുല്ലാണ് എന്ന് കരുതി അത് ഭക്ഷിക്കാനുള്ള ആഗ്രഹത്തോടു കൂടി അവിടെ ഇവിടെയൊക്കെ ഓടി നടന്നു. ലോലം മുഗ്ധൈശ്ചകിതവീക്ഷിതൈഹി. അതിൻ്റെ ചലനവും അതിൻ്റെ നോട്ടവുമൊക്കെ അതിമനോഹരമായിരുന്നു. പക്ഷേ അതിൻ്റെ നോട്ടത്തിൽ ഭയം കലർന്നിട്ടുണ്ടായിരുന്നു. പൊതുവെ ഭയമുള്ള ജീവികളാണ് ഈ മാൻ, മുയൽ തുടങ്ങിയ ജീവികൾ. എപ്പോഴും അവയ്ക്ക് ഭയമാണ്. അപ്പോൾ അങ്ങനെ അത് ഓടി നടന്നു എന്നാണ്. ഹരിതതൃണഭ്രാന്തി പ്രയുക്തിയ ഇച്ഛയ ആദാതും ധാവന്. പച്ചപ്പുല്ല് വളർന്നിരിക്കുകയാണ് എന്ന് ഭ്രമിച്ചുകൊണ്ട്
ആ സഭയിൽ ഓടി നടക്കാൻ തുടങ്ങി ആ മാൻ. ഉത്കർണോന്നയനോദ്ഗ്രീവം ക്ഷണഭംഗാവലസ്ഥിതി ഉത്കർണനയനോദ്ഗ്രീവൈ സഭ്യാനാകുലയൻ ജവൈഹി. ഉള്ളിൽ ഇത്രയും ആളുകൾ ഇങ്ങനെ ഒരുമിച്ചിരിക്കുന്നത് കണ്ടിട്ട് അതിന് വല്ലാത്ത ഭയം തോന്നി. ഉത്കർണ ഉന്നയന ഉദ്ഗ്രീവം, കണ്ണുകളിങ്ങനെ ഉയർത്തി, ചെവികളും ഉയർത്തി, കഴുത്തും ഉയർത്തി, ഇങ്ങനെ ഭയത്തോടു കൂടി 4 ഭാഗത്തും ആ മാൻ നോക്കുന്നുണ്ടായിരുന്നു. ക്ഷണഭംഗാവലസ്ഥിതൈഹി, ഊർധ്വീകൃത കർണനയനഗ്രീവം യഥാ സ്യാത് തഥാ. അതായത് ചെവികൾ, കണ്ണുകൾ, കഴുത്ത് ഇവയെല്ലാം ഉയർത്തിപ്പിടിച്ച് ക്ഷണഭംഗൈരസ്ഥിരൈഹി അവലൈരനിവാര്യൈഹി, എന്നാൽ അതിനൊരു സ്ഥിരതയില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും സദാ കഴുത്തിനെ ചലിപ്പിച്ചു കൊണ്ടിരുന്നു. ദൃഷ്ടിയെ പലതിലും മാറ്റി മാറ്റി വ്യാപിപ്പിച്ചു കൊണ്ടിരുന്നു. ഒരു ക്ഷണം പോലും ഏതെങ്കിലും ഒരു വസ്തുവിൽ അത് മിഴിയുറപ്പിച്ച് നിന്നില്ല. അനിവാര്യൈഹി സ്ഥിതൈഹി അവസ്ഥാനൈഹി തഥാവിധൈർജവൈശ്ച. പൊതുവെ ചപലമാണ് മാൻ, മുയൽ മുതലായ മൃഗങ്ങൾ. അത് സദാ ചലിച്ചുകൊണ്ടിരുന്നു, അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ഓടിക്കൊണ്ടിരുന്നു. സഭ്യാൻ സഭാഗതാൻ ജനാൻ, ആ സഭയിലുള്ള ജനങ്ങളെ ദർശനോത്കണ്ഠയാ ആസ്കന്ദനശങ്കയാ ച ആകുലയൻ, അവരൊക്കെ ഈ മാനിനെ കാണാൻ വളരെ താത്പര്യത്തോടുകൂടി ആ സഭയിൽ ഇരിക്കുന്നവരാണ്. അവരെങ്ങാനും തന്നെ ആക്രമിച്ചേക്കുമോ എന്നുള്ള ഭയം ഈ മാനിൻ്റെ ഉള്ളിലുണ്ടായി. അതുകൊണ്ട് ഇത് വല്ലാതെ ഭയപ്പെട്ടവനെ പോലെ കാണപ്പെട്ടു. ഭയപ്പെട്ടവനെ പോലെയല്ല, ഭയചകിതനായി തന്നെ തീർന്നു. മൃഗമാലോക്യതം ലോകാസരാജമുനിമന്ത്രിണഃ അനന്താപതമായേതി ചിരമാസൻ സ്മയാകുലാഹ. മാനിൻ്റെ അവസ്ഥയെ വിവരിച്ചു. ഇനി സഭാവാസികൾ, അവരുടെ വ്യാപാരം എങ്ങനെയായിരുന്നു, അവർ എന്താണ് ഈ മാനിനെ കണ്ടിട്ട് അവരുടെ ഉള്ളിലുണ്ടായ ചിന്ത എന്താണ്? മൃഗമാലോക്യതം ലോകാഹ, ഈ മാനിനെ കണ്ടിട്ട് ആ സഭാവാസികൾ, ആരൊക്കെയുണ്ട് ആ സഭയിൽ? സരാജമുനിമന്ത്രിണഃ, മറ്റ് ദേശങ്ങളിലുള്ള രാജാക്കന്മാരുണ്ട്, അനേകം മുനിമാരുണ്ട്, മന്ത്രിമാരുണ്ട്, ദശരഥനുണ്ട്, ദശരഥൻ്റെ 3 പത്നിമാരുമുണ്ട്, മറ്റ് പരിചാരകന്മാരും പരിചാരികമാരുമുണ്ട്. ഇങ്ങനെ ഒരു വലിയ സഭയുടെ മധ്യത്തിലാണ് ഈ മാനിനെ കൊണ്ടുവന്ന് നിർത്തിയത്. ഈ സഭാവാസികൾ എന്ത് വിചാരിച്ചു ഈ മാനിനെ കണ്ടിട്ട്? അനന്താബദമായ, ഈ മായയുടെ അദ്ഭുതം, ഇത് എത്ര കണ്ട് വിചിത്രമാണ് ഈ മായ എന്ന് പറയുന്നത്, അനന്തമാണ് ഈ മായ എന്ന് ചിരമാസൻ സ്മയാകുലാഹ, ആശ്ചര്യത്തോടുകൂടി അദ്ഭുതത്തോടുകൂടി സ്തബ്ധരായി അവർ കുറേ നേരം ഈ മാനിനെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു. അവരുടെ മനസ്സിൽ മറ്റ് വൃത്തികൾ മറ്റ് ചിന്തകളൊന്നും ഉദിച്ചില്ല. സ്തബ്ധരായി പോയി ആ സഭാവാസികൾ. സ്മയോ വിസ്മയസ്തദാകുലാ ആസന്ന്. സ്മയം എന്നുള്ള വാക്കിന് വിസ്മയം എന്ന് തന്നെയാണ് അർത്ഥം. അദ്ഭുതം, ആശ്ചര്യം. ആശ്ചര്യത്തോടുകൂടി മറ്റൊന്നിനെയും കുറിച്ച് ചിന്തിക്കാൻ കഴിയാത്തവരായി ഈ മാനിൽ തന്നെ സഭാവാസികൾ ദൃഷ്ടി പതിപ്പിച്ചു.